റിപ്പോർട്ടർ ബിഗ് ഇംപാക്ട് ബ്രേക്കിംഗിലേക്കാണ് നമ്മൾ കടക്കുന്നത്. സംഘടനാ തെരഞ്ഞെടുപ്പിനായി യൂത്ത് കോൺഗ്രസ് അടൂരിൽ മാത്രം നിർമ്മിച്ചത് 2000 വ്യാജ തിരിച്ചറിയൽ കാർഡുകളെന്ന് പോലീസ്. ഇവയുപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെബ്സൈറ്റിൽ നിന്നും തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഫോട്ടോഷോപ്പ് ഉപയോഗിച്ചായിരുന്നു കാർഡ് നിർമ്മാണം. യൂത്ത് കോൺഗ്രസ് നേതാവ് MJ രഞ്ജുവിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു ഇത്. വ്യാജ തിരിച്ചറിയൽ കാർഡ് കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. ആ റിപ്പോർട്ടിന്റെ പകർപ്പ് റിപ്പോർട്ടർ പുറത്തുവിടുകയാണ്. ഈ വാർത്ത ആദ്യം റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ പ്രതിനിധി R. റോഷിപാൽ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് വിത്ത് സുജയ പാർവതിയിൽ. ഗുഡ് ഈവനിംഗ് R. റോഷിപാൽ. വെൽ ഡൺ. നമ്മൾ കൊണ്ടുവന്ന വാർത്തയാണ്. അതിന്റെ ആധികാരികത അന്വേഷണത്തിലൂടെ വെളിപ്പെടുകയാണ്. വ്യാജ കാർഡുകൾ അത് അടൂരിൽ മാത്രം 2000 എണ്ണം തയ്യാറാക്കി യൂത്ത് കോൺഗ്രസിന്റെ സംഘടനാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ ഉപയോഗിച്ചു എന്നത് പോലീസ് ഇപ്പോൾ അന്വേഷിച്ച് കണ്ടെത്തുകയല്ലേ റോഷിപാൽ? ഗുഡ് ഈവനിംഗ് സുജയ. ഇത് പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് വികാസ് കൃഷ്ണ എന്ന ഒരു എഡിറ്റർ, ഒരു വീഡിയോ ഒപ്പം തന്നെ ഫോട്ടോഷോപ്പ് ഉൾപ്പെടെ ഉപയോഗിക്കുന്ന ഒരു എഡിറ്ററുടെ മൊഴി, ആ മൊഴി ലഭിച്ചതിന് പിന്നാലെ നടത്തിയ പരിശോധന, ശാസ്ത്രീയ പരിശോധനയിലൂടെ കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുകയും ചെയ്തു. ശാസ്ത്രീയ പരിശോധനാ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം CJM കോടതിയിൽ സമർപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട പോലീസിന്റെ റിപ്പോർട്ടിലാണ് ഈ കാര്യം പറയുന്നത്. അടൂർ മേഖലയിൽ മാത്രം കേന്ദ്രീകരിച്ച് ഏതാണ്ട് 2000-ഓളം വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുകൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ 2023 സംഘടനാ തെരഞ്ഞെടുപ്പിന് വേണ്ടി നിർമ്മിച്ചു എന്നതാണ്. ഇത് നിർമ്മിക്കുക മാത്രമല്ല, സംഘടനാ തെരഞ്ഞെടുപ്പിൽ ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്തതെന്ന അന്വേഷണത്തിൽ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞുവെന്ന ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇത് വികാസ് കൃഷ്ണയോട് MJ രഞ്ജു പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ഉപാധ്യക്ഷനാണ്. രഞ്ജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിച്ചതെന്ന് വികാസ് കൃഷ്ണ മൊഴി നൽകിയിട്ടുണ്ട്. മാത്രവുമല്ല, ഗൂഗിൾ പേ വഴി പ്രതിദിനം 1000 രൂപയാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡ് നിർമ്മിക്കാനായി രഞ്ജുവിന് നൽകിയത്. ഏതാണ്ട് ഒരു മാസക്കാലത്തോളം ഇങ്ങനെ ഒരു ദിവസം 10-30 വ്യാജ തിരിച്ചറിയൽ കാർഡുകളൊക്കെ വെച്ച് ഇങ്ങനെ നിർമ്മിച്ചുകൊണ്ടിരുന്നു. ഇതിന് ഒരു ബേസായി, ഒരു മദർ കാർഡായി അത് തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡ് അവരുടെ വെബ്സൈറ്റിൽ നിന്നും, ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്ന് തന്നെ ഒരു യഥാർത്ഥ തിരിച്ചറിയൽ കാർഡ് ഡൗൺലോഡ് ചെയ്തു. ആ ഡൗൺലോഡ് ചെയ്ത തിരിച്ചറിയൽ കാർഡിലാണ് വ്യാജ ചിത്രങ്ങൾ, മറ്റാരുടെയെങ്കിലുമൊക്കെ ചിത്രങ്ങൾ വെച്ച് വ്യാജ മേൽവിലാസങ്ങളൊക്കെ നൽകിക്കൊണ്ട് ഇങ്ങനെ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചത്. അതാണ് കണ്ടെത്തുകയും ചെയ്തത്. വലിയ കുറ്റകൃത്യമാണ്. മാത്രമല്ല, ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ തിരിച്ചറിയൽ കാർഡുകൾ, നിർമ്മിക്കപ്പെട്ട തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് മറ്റ് കുറ്റകൃത്യങ്ങൾ ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് കൂടെ കോടതിയിൽ സമർപ്പിച്ച ആ റിപ്പോർട്ടിൽ പോലീസ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കാരണം ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ച് മൊബൈൽ ഫോണിൻ്റെ സിം കാർഡ് എടുക്കാം, അങ്ങനെ തുടങ്ങിയ കുറേ സാധ്യതകളുണ്ട്. ഹോട്ടലുകളിൽ ഈ തിരിച്ചറിയൽ കാർഡുകളുടെ പകർപ്പ് നൽകിക്കൊണ്ട് അവിടെ മുറിയെടുക്കാം. അങ്ങനെയുള്ള ഓരോ സാധ്യതകൾ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കപ്പെടാനുള്ള ഒരു സാധ്യത, അത് ആശങ്കയാണ് റിപ്പോർട്ടിൽ കോടതിയെ ധരിപ്പിക്കാൻ. ഈ ID കാർഡുകൾ ഇപ്പോഴും ഈ വോട്ട് ചെയ്ത ആളുകളുടെയൊക്കെ പക്കലുണ്ടോ? കാർഡുകൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടോ? 2000 എന്ന് പറയുമ്പോൾ അത് ഒരു അസ്യൂം ചെയ്ത ഒരു നമ്പറാണോ, അതോ ഇത്രയും ID കാർഡുകൾ പിടിച്ചെടുക്കാൻ പോലീസിന് കഴിഞ്ഞോ? സുജയ, മുഴുവൻ തിരിച്ചറിയൽ കാർഡുകളും, മുഴുവൻ വ്യാജ തിരിച്ചറിയൽ കാർഡുകളും പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് കണ്ടെടുക്കാൻ കഴിയണമായിരുന്നെങ്കിൽ അന്ന് ഈ പ്രതികളെ അറസ്റ്റ് ചെയ്ത്, ഏതാണ്ട് ഈ അടൂർ കേന്ദ്രീകരിച്ച് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ച കേസിൽ മാത്രം 6 പേരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. മ്യൂസിയം പോലീസായിരുന്നു അറസ്റ്റ് ചെയ്തത്. പക്ഷേ അന്ന് അവരെ കസ്റ്റഡിയിൽ ലഭിക്കാത്ത കാരണത്താൽ എവിടങ്ങളിലാണ് ഇവർ കാർഡുകൾ വെച്ചത് എന്ന് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല പൂർണ്ണമായും. പക്ഷേ ഇവരുടെ ലാപ്ടോപ്പ്, ഇവർ ഉപയോഗിച്ച മൊബൈൽ ഫോൺ അടക്കം കണ്ടെത്തുകയും അത് ചണ്ഡീഗഡിലെ കേന്ദ്ര ഫോറൻസിക് ലാബിലേക്ക് അയക്കുകയും അവിടെയുള്ള പരിശോധനാ ഫലത്തിലാണ് ഈ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിക്കാനായി ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ നിന്നും ഈ തിരിച്ചറിയൽ കാർഡുകൾ ഇവർ ഡൗൺലോഡ് ചെയ്തു എന്ന് കണ്ടെത്തിയത്. മാത്രവുമല്ല, ആ ഡൗൺലോഡ് ചെയ്ത തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിച്ചാണ് വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിർമ്മിച്ചത് എന്നും കണ്ടെത്തി കഴിഞ്ഞു. അത് ശാസ്ത്രീയ പരിശോധന റിപ്പോർട്ടടക്കം സമർപ്പിച്ചതാണ്. പക്ഷേ ഇനിയും കാർഡുകൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ കുറ്റകൃത്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് എന്ന ആശങ്ക പോലീസ് കോടതിയെ അറിയിക്കുമ്പോൾ, ഏതായാലും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ഇതിൽ അന്ന് യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ KSUവിന്റെ അടക്കം ഭാരവാഹികളെയാണ് അറസ്റ്റ് ചെയ്തത്. ഫെനി നൈനാൻ, ഒപ്പം അങ്ങനെയുള്ള പ്രധാനപ്പെട്ട ഈ യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും പത്തനംതിട്ടയിലെയും അടൂരിലെയും നേതാക്കൾ അറസ്റ്റിലായ കേസാണിത്. അങ്ങനെ 5 കേസുകളാണ് വിവിധയിടങ്ങളിലായി യൂത്ത് കോൺഗ്രസിന് വ്യാജ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡുമായി ബന്ധപ്പെട്ട് പോലീസ് രജിസ്റ്റർ ചെയ്ത. ആ കേസുകളൊക്കെ ഇപ്പോൾ സംസ്ഥാന ക്രൈംബ്രാഞ്ച് വിഭാഗമാണ്
ഡിവൈഎസ്പി കെ സജീവിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് നൽകിയ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. സുജയ. ഓക്കെ, ആർ റോഷമാൽ, ഈ വാർത്തയുടെ തുടർ വിവരങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. 2000 വ്യാജ ID കാർഡുകൾ എന്ന് പറയുമ്പോൾ ആ കാർഡുകൾ പിടിച്ചെടുക്കാൻ പോലീസിന് സാധിച്ചിട്ടില്ല. അത് പലയിടങ്ങളിലായി കറങ്ങി നടക്കുന്നുണ്ടാകാം എന്നതാണ് പോലീസ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്.